ഇന്ന് നമ്മളൊരു ടോപ്പിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. തുണി രണ്ടായിട്ട് മടക്കിയിട്ട് അളവിൻ്റെ ടോപ്പ് എടുത്ത് നാലായിട്ട് മടക്കി തുണിയുടെ മീതെ വെക്കണം. വെച്ചിട്ട് ഇതിൻ്റെ നെക്കും ഷോൾഡറും ആം ഹോളും ഇതനുസരിച്ച് തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴോട്ടുള്ള വണ്ണം ഈ ടോപ്പിനേക്കാൾ അളവ് ടോപ്പിനേക്കാൾ 1 ഇഞ്ച് കൂട്ടി വേണം നമ്മൾ വരയ്ക്കാൻ. ഇതിൻ്റെ നെക്ക് റൗണ്ടായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യാം. ബാക്കിലെ നെക്ക് ഫ്രണ്ടിലെ നെക്കിനേക്കാൾ സ്വല്പം ചെറുത് മതി. അപ്പം 1 ഇഞ്ച് കുറച്ച് ബാക്കിലെ നെക്ക് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഷോൾഡർ കട്ട് ചെയ്യുന്നതിന് 2 വശവും 1/2 ഇഞ്ച് വീതം ഈ അളവ് ടോപ്പിനേക്കാൾ കൂട്ടിയിടണം. കൂട്ടിയിട്ടുകൊണ്ട് വേണം ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടത്. ഇരുവശവും തയ്യൽ തുമ്പ് പോകുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ആം ഹോളും ഇതിൻ്റെ അളവിൽ തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വരച്ചെടുക്കുക. അത് വെച്ച് തന്നെ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഇരുവശവും 2 തയ്യൽ തുമ്പിട്ട് വേണം ആം ഹോൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി താഴോട്ട് ഈ ടോപ്പിനേക്കാൾ അളവിൻ്റെ ടോപ്പിനേക്കാൾ 1 ഇഞ്ച് കൂട്ടി വെച്ച് വേണം താഴോട്ട് കട്ട് ചെയ്യാൻ. അത് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയുള്ളതാണ്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും അറിയാൻ വയ്യാത്തവർക്കായാലും ഇത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ ടോപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്തു തരാം. അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് ആം ഹോൾ നമ്മൾ 7 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അതിനേക്കാൾ 2.5 ഇഞ്ച് കൂടി കൂട്ടി 9.5 ഇഞ്ച് വണ്ണം എടുക്കണം. ഇതിൻ്റെ ഇറക്കം 16 ഇഞ്ചാണ്. 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പിനും വേണ്ടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ 17.5 ഇഞ്ച്. ഈ ഭാഗത്തും 17.5 ഇഞ്ച് വെച്ചുകൊണ്ട് 3.5 ഇഞ്ച് താഴ്ത്തിയെടുക്കണം. താഴ്ത്തിയെടുത്തുകൊണ്ട് ഇങ്ങനെ ഷേപ്പിലിങ്ങി വരയ്ക്കണം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ മുകളിലത്തെ ഒരു പീസ് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഇടയിലത്തെ 2 പീസ് എടുത്തിട്ട് അതിനൊരു സ്വല്പം 1/2 ഇഞ്ചോളം നമ്മളിങ്ങനെ എടുത്ത് വെട്ടണം. അത് ഫ്രണ്ടിലെ ആം ഹോളിന് നമ്മൾ എടുത്ത് വെട്ടേണ്ടതായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഈ എടുത്ത് വെട്ടുന്ന ഭാഗം ഫ്രണ്ടിൽ വരേണ്ടതാണ്. ഇനി ഞാൻ ഈ ഫ്രണ്ടിലെ ആം ഹോൾ എടുത്ത് വെട്ടാൻ മറന്നു പോയതായിരുന്നു. അതും ഇങ്ങനെ 1/2 ഇഞ്ച് എടുത്ത് വെട്ടണം. അതെടുത്ത് വെട്ടിയെങ്കിൽ മാത്രമേ നമ്മളുടെ ടോപ്പ് ഇടുമ്പം ഒരു ഭംഗി കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചുളുങ്ങിക്കിടക്കും. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിന് വെക്കാനുള്ള ക്രോസ് പീസ് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.